ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ വിദ്യാദേവതയായ ശാരദയെ പ്രതിഷ്ഠിച്ചിട്ട് 100 വർഷത്തിലധികമായി. ആ പ്രതിഷ്ഠാ വാർഷികം പ്രത്യേക രീതിയിലാണ് ശിവഗിരി മഠം ആഘോഷിക്കുന്നത്. അതിൻ്റെ വാർഷികം മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഭക്തജനങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ബാഹ്യമായിട്ടുള്ള അങ്ങനെ യാതൊരു ആചാര അനുഷ്ഠാനങ്ങളും ഇല്ലാതെ അറിവിൻ്റെ ആചാരമായിട്ട് അനുഷ്ഠാനമായിട്ടാണ് ഗുരുവിൻ്റെ കൃതികൾ, ഗുരുവിൻ്റെ ദർശനം, യോഗ, ധ്യാനം, ഇങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ ശിവഗിരി ശാരദാ ദേവിയുടെ പ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് അരുവിപ്പുറം മഠത്തിൽ ഗുരു രചിച്ച ജനനി നവരത്ന മഞ്ജരി എന്ന കൃതിയുടെ പാരായണ യജ്ഞം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ അവസാനം ആയിട്ടാണ്, ഏപ്രിൽ 30, മെയ് 1 വാർഷിക ദിനം വരുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ കൃതിയുടെ ജനനി നവരത്ന മഞ്ജരി എന്ന് കേൾക്കുമ്പോൾ ഒരു ദേവതാ സ്തുതി പോലെ തോന്നുമെങ്കിലും ശുദ്ധമായിട്ടുള്ള അദ്വൈത ജ്ഞാനം ആണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പരബ്രഹ്മ സ്വരൂപം എന്നുള്ള രീതിയിൽ നമ്മൾ പരബ്രഹ്മത്തെ കാണുമ്പോൾ പ്രകൃതിയായിട്ട് പരബ്രഹ്മ സ്വരൂപിണിയായിട്ടാണ് ഗുരു ഇവിടെ ശാരദയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കൃതി അതിൻ്റെ ഒരു മനനം എന്നുള്ള രീതിയിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മളൊരു പാരായണ യജ്ഞമായിട്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റുകൂടാതെ ചൊല്ലുവാൻ താല്പര്യമുള്ള ആളുകൾ അരുവിപ്പുറം മഠത്തിലേക്ക് അറിയിച്ചാൽ അവർക്ക് ചൊല്ലുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതൊരു സംസ്കാരമായിട്ട്, ഇപ്പോൾ പലപ്പോഴും നമ്മളിത് പഠിച്ച് അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിച്ചു പോകുന്ന ഒരു ശീലമാണ്. എന്നാൽ ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാവത്തിലേക്ക്, അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ആ ശ്രദ്ധയോടുകൂടി പോകുമ്പോഴാണ് ഗുരു എന്താണ് ഇതിനകത്ത് ഈ കൃതിയിൽ 9 ശ്ലോകങ്ങളിൽ എത്രമാത്രം ആഴത്തിലുള്ള അറിവിനെയാണ് പകർന്നു വച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ശാന്തമായിട്ട് ഇരുന്ന് അത് മനനം ചെയ്യുവാനുള്ള ഒരു യജ്ഞമായിട്ട് എടുക്കുകയാണ്. പലപ്പോഴും ഈ കൃതിയെ ആ രീതിയിൽ ഒരു യജ്ഞത്തിൻ്റെ ഭാവത്തിൽ ഇതുവരെയും ആരും ചെയ്തിട്ടില്ല. ഇപ്പം നിരന്തരമായിട്ടുള്ള ഒരു യാന്ത്രികമായിട്ടുള്ള പാരായണമല്ല, വായനയല്ല, മറിച്ച് അതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആ പരമ്പൊരുളുമായി നമുക്ക് ലയിപ്പിക്കുവാനായിട്ട് ഉള്ള ഒരു ശ്രമം. അപ്പോൾ അതിന് തടസ്സമായിട്ട് വരുന്ന മനസ്സിൻ്റെ വാസനകൾ, മനസ്സിൻ്റെ ശത്രുക്കൾ ഒരുപാടുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾക്ക് എങ്ങനെ അതിജീവിക്കുവാൻ സാധിക്കും? അതിനെ അടിച്ചമർത്തുക എന്നുള്ളതല്ല, മറിച്ച് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്.
അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അറിവ് നമുക്കവിടെ ഉപയോഗിച്ചേ പറ്റൂ. നമ്മളുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രയോഗിച്ചേ പറ്റൂ. അങ്ങനെ ഒരു പുതിയ രീതിയിൽ നമ്മളുടെ ഒരു ഉപാസന എന്നുള്ള രീതിയിൽ നമുക്കതിനെ കണ്ട് ആ രീതിയിലേക്ക് മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും ഒക്കെ ഒന്ന് ട്യൂൺ ചെയ്യുക. പ്രത്യേകിച്ച് അരുവിപ്പുറം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ തപോഭൂമി കൂടിയാണ്. കർമ്മകാണ്ഡത്തിന് നാന്ദി കുറിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഈ തപോഭൂമിയിൽ നമ്മൾ തപസ്സിൻ്റെ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ അറിയാതെ നമുക്കതിനകത്തേക്ക് ലയിച്ചു ചേരാൻ പറ്റും. അപ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ ഈ കൃതിയെ കാണുന്നു, അതിനെ പാരായണം ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. കുറച്ച് ദിവസമൊക്കെ ഉണ്ട്. ഇനിയും ആ കൃതി പരിചയമില്ലാത്തവർ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതി വാങ്ങിച്ചിട്ട്, മൂലകൃതി വാങ്ങിച്ച് തെറ്റുകൂടാതെ ചൊല്ലി പഠിച്ചാൽ ഈ ഗുരുവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടി അത് ചൊല്ലുവാനും അതിലൂടെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ ഒരു അറുതി വരുത്തുവാനും സാധിക്കും. അതിലുപരി നമ്മൾ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന ആ സുഖം, ശാന്തി ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ്, ഒരു വേദിയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭക്തന്മാർ, ശ്രദ്ധാലുക്കളായിട്ടുള്ളവരൊക്കെ അതിനകത്തേക്ക് വരുവാനായിട്ട് ഇതൊരു അറിയിപ്പായിട്ട് കരുതണമെന്ന് പറയുകയാണ്. ഏവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.